ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബർത്ത്ഡേയുടെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം പേപ്പർ നടുവേ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ലെവലിൽ മടക്കണം. ഇത് നിങ്ങൾ എൻഡ് കണ്ടില്ലേ, നല്ല ലെവലിൽ മടക്കണം. അതിൻ്റെ നടുവേന്ന് പിന്നെ നന്നായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. നല്ല ലെവൽ വേണേ, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഷേപ്പ് ഇല്ലാതാവും. പക്ഷേ നമ്മൾ നന്നായിട്ട് മടക്കി കൊടുക്കുക. രണ്ട് ഇതേപോലെ വന്നു. ഫസ്റ്റ് പിന്നെ സെക്കൻഡ് ഇങ്ങനെയാണ് കേട്ടോ വന്നത്. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു വരയില്ലേ, ആ വരയ്ക്കനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാണ്ടേ 4 പീസാക്കി ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 പീസാക്കി തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരം 13 വേണം. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിന് 13 ലെറ്റേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ പേര് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൂടെ കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ. ഞങ്ങളുടെ 13 പേപ്പറാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ഒന്നുകൂടെ ഞാൻ വരയ്ക്കും. ആ ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്താണ്ടേ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിൻ്റെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ 13 പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടേ 13 ഷീറ്റ്സും താണ്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അടുക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അല്ല അങ്ങനെ കട്ട് ചെയ്യാൻ പാടാണെങ്കിൽ പകുതി എടുത്ത് കട്ട് ചെയ്താലും മതി. ഞാനങ്ങനെയാണ് കേട്ടോ തീർത്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇതിൽ എഴുതി കൊടുക്കുക കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ നമ്മൾ എഴുതി കൊടുക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ താണ്ടേ എല്ലാ ലെറ്റേഴ്സും എഴുതി കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ കാണാമല്ലോ അല്ലേ. അതുപോലെ നമ്മളെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പേ, നിങ്ങൾക്ക് പേരും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പേരും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കാണാമല്ലോ. ഓക്കെ ഗൈസ്, ഇനി നമുക്കിതെല്ലാം ഒന്ന് കെട്ടിയെടുക്കണം കേട്ടോ. അതായത് ഇവിടെ രണ്ടിടത്തും നമ്മൾ ഹോൾ ഇട്ടിട്ട് കെട്ടിയെടുക്കണം. ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഹോൾ ഇട്ടെടുക്കണം കേട്ടോ. ഞാനിത് ഇവിടെ സൂചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പഞ്ചറുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ടേ ഇത് രണ്ടിടത്ത് നമ്മൾ 3 നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂലെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എന്താണ്ട് ഇങ്ങനത്തെ നൂലാണ്ട് ഞാനിത് പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പല കളറുണ്ട്. പണ്ട് ഞാൻ എംബ്രോയ്ഡറിക്ക് കയറിയപ്പോൾ ഇത്ര നൂല് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. കട്ടിയുള്ളത് വേണമെന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് നൂലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കെട്ടേണ്ടത്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ നല്ല നീറ്റായിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും കേട്ടോ. നൂല് ആ ഡേയിലെ ആ നൂല് കണ്ടോ, അതേപോലെ വേണം മൊത്തം കെട്ടാൻ. എൻ്റെ നൂല് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കെട്ടിയപ്പോൾ അത് വലിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.